ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ CS ആകെ പേടിച്ച് വിറച്ച് നിൽക്കുക. അപ്പോഴേക്കും പാറു, ബൈജും സോണിയൊക്കെ ചോദിക്കുക, ആരാ അച്ഛാ അത്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. അതേ വലിയച്ഛനെ കൊല്ലാൻ വന്നത് ആരാണെങ്കിലും പറ വലിയച്ഛ. എനിക്കറിയില്ല മക്കളെ, ആരാണെന്ന് വലിയച്ഛൻ അറിയില്ല പാറമോളെ എന്നും പറഞ്ഞുകൊണ്ട് CS ഭയങ്കര ടെൻഷനോടുകൂടെ നിൽക്കുവാണ്. ഈ സമയം ഗുണ്ട എങ്ങോട്ട് ഓടി മറിഞ്ഞതും കല്യാണിയും പിന്നാലെ ഓടുവാണല്ലോ. കുറച്ചങ്ങ് ദൂരെ ചെന്നപ്പോൾ രൂപ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കിരൺ അത് കണ്ടില്ല. കിരൺ വേഗം തിരിച്ച് CS അടുത്തേക്ക് പോവുക. ഈ സമയം കല്യാണിയെ കണ്ടത് രൂപ, മോളെ എന്തായി? ചന്ദ്രേട്ടനെ രക്ഷിച്ചു അമ്മ പേടിക്കൊന്നും വേണ്ട, അച്ഛനൊരു കുഴപ്പമില്ല. എന്തായാലും കൃത്യസമയത്ത് അമ്മ കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അച്ഛൻ്റെ ജീവനിന്ന് അപകടത്തിലായെന്നെ. അതേ മോളെ, ഞാൻ പറഞ്ഞല്ലോ, ദുഷ്ടനായ ആങ്ങളയുടെ വീട്ടിൽ ഞാനൊരു വോയിസ് റെക്കോർഡർ വെച്ചിട്ടുണ്ട്. അതിലൂടെ എനിക്കെല്ലാം കേൾക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എൻ്റെ ചന്ദ്രേട്ടന് അപകടം പറ്റാൻ പോകുന്ന വിവരം അറിഞ്ഞത്. ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്താനെ? എൻ്റെ ചന്ദ്രേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ കരയുക. അമ്മ കരയാതെ, വിഷമിക്കല്ലേ, ഒന്നും സംഭവിക്കില്ല. ഇനിയും അയാളെ വിട്ടുവെച്ചിട്ട് കാര്യമില്ലമ്മേ. അമ്മയുടെ ആങ്ങളെ എന്ന് പറയുന്നവൻ ഒരു ദുഷ്ടനാ. അയാളിന്ന് അച്ഛനെ കൊല്ലാൻ നോക്കി. നാളെ അമ്മയെയും ഞങ്ങളെയും ഒക്കെ കൊല്ലാൻ നോക്കും. എന്തിനു വേണ്ടിയാ? അമ്മയുടെ സ്വത്തിന് വേണ്ടിയാ അയാൾ ഇത്രയും പാടുപെടുന്നത്. സ്വത്തും പണവും ഒന്നും എനിക്ക് വേണ്ട. എല്ലാം ഞാൻ അയാൾക്ക് കൊടുത്തേക്കാം. പക്ഷേ എല്ലാം ഞാൻ അയാൾക്ക് കൊടുത്താലും അയാൾ എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കി കളയുമല്ലോ. അതുകൊണ്ട് ഒന്നും കൊടുക്കാനും ഞാൻ തീരുമാനിച്ചിട്ടില്ല. എൻ്റെ സ്വന്തത്തിലുള്ള എല്ലാവരെയും കൊന്നിട്ട് എൻ്റെ ഭർത്താവിനെയും എൻ്റെ മക്കളെയും ഒക്കെ ഇല്ലാതാക്കിയിട്ട് അവൻ എല്ലാം നേടാൻ നോക്കുക. സമ്മതിക്കില്ല ഞാനതിന്. അതിനു മുമ്പ് തന്നെ ഞാൻ അവനെ കൊന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് രൂപ ആകെ ടെൻഷനാവുക. മോക്കറിയോ, ഇത്രയും നേരം ഈ കുരിശുപള്ളിയുടെ മുൻപിൽ നിന്ന് മെഴുകുതിരി കത്തിച്ച് മുട്ടുകുത്തി നിന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്തായാലും ദൈവം അനുഗ്രഹിച്ചു എന്ന് തന്നെ പറയാം. ഈ പുണ്യാളൻ നമ്മളെ കാത്തു. എൻ്റെ ചന്ദ്രേട്ടന് ഒരാപത്തും സംഭവിച്ചിട്ടില്ല. എനിക്ക് സമാധാനമായി മോളെ. കാത്തോളണം, എൻ്റെ ചന്ദ്രേട്ടനെ നോക്കിക്കോണേ എന്നൊക്കെ പറഞ്ഞ് രൂപ കരയുക. അമ്മ വിഷമിക്കാതെ, ഞങ്ങൾ നോക്കിക്കോളാം. ഞാനും കിരണേട്ടനൊക്കെ അടുത്തുള്ളപ്പോൾ അച്ഛൻ ഒരാപത്ത് സംഭവിക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം പൊന്നുപോലെ എന്നൊക്കെ പറഞ്ഞ് കല്യാണി രൂപയെ ആശ്വസിപ്പിക്കുക. മോളെ എന്താ അമ്മേ? ആ ഗുണ്ട പോയിട്ടുണ്ടാവില്ല, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, സൂക്ഷിക്കണേ. ഞങ്ങൾ നോക്കിക്കോളാം. അമ്മ ധൈര്യമായിട്ടിരിക്കേ. അമ്മ എന്തിനെങ്ങനെ പേടിക്കുന്നേ? ഒരു കാര്യം പറയാം, ഇനി ടെൻഷൻ അടിച്ച് BP കൂട്ടി അസുഖമൊന്നും വരുത്തി വയ്ക്കണ്ട. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് അച്ഛൻ്റെ അടുത്തേക്ക് പോരാൻ. അത് അമ്മ കേൾക്കുന്നുമില്ല. ഇനി എന്തായാലും അമ്മ അധികം വെച്ച് താമസിപ്പിക്കണ്ട. അങ്കിളിനെയും സരയുവിനെ ഒന്നും പേടിക്കണ്ട. അമ്മ മാറി നിന്നാലും അച്ഛനും ഞങ്ങൾക്കൊക്കെ അപകടമാണ്. അതുകൊണ്ട് അമ്മ കൂടെ തന്നെ നിൽക്ക്. അമ്മ കൂടെ നിൽക്കുന്നത് ഞങ്ങൾക്കൊക്കെ ഒരു ശക്തിയാണ്. എന്തായാലും ഞാനൊരു തീരുമാനം എടുക്കുന്നുണ്ട് മോളെ. നോക്കട്ടെ, ആ കിഴങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് രൂപ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. അമ്മേ, അവിടെ കിരണേട്ടനും അച്ഛനും ഒക്കെ എന്നെ കണ്ടില്ലെന്ന് പറഞ്ഞ് പേടിക്കും. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ശരി മോളെ അങ്ങോട്ട് പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് പറയുക. ഇത് കേട്ടതും കല്യാണി അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം നമ്മുടെ CS കാണിക്കുന്നത്. CS ആകെ പേടിച്ച് പതറി നിൽക്കുക. അതെ, ഇത്രയും നാളൊന്നും ഒരു പേടിയും തോന്നിയില്ല. ചത്താലും കുഴപ്പമില്ലായിരുന്നെന്നാണ് തോന്നിയത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. മക്കളും മരുമക്കളുടെയൊക്കെ സ്നേഹം കിട്ടിയപ്പോൾ അത്ര പെട്ടെന്നൊന്നും പോകാൻ തോന്നുന്നുമില്ല CS. അപ്പോൾ കിരൺ ഓടി വന്നു. എന്താ, ആരാ മക്കളെ? അവനെ കണ്ടോ? ഇല്ല അച്ഛാ, പിടിക്കാൻ പറ്റിയില്ല. അവനോട് രക്ഷപ്പെട്ടു കളഞ്ഞു. എന്തായാലും അച്ഛൻ പേടിക്കണ്ട, അതാരാണെന്ന് പിടികിട്ടിട്ടുണ്ട്. അയാളെ വിട്ടതും ആരാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ആരാ മക്കളെ? ആരാത്? വേറെ ആര്? എൻ്റെ അങ്കിളെന്ന് പറയുന്ന ആ ബേഗാസുരൻ. അയാൾ തന്നെയാണ് അച്ഛനെ കൊല്ലാൻ ആളെ വിട്ടത്. രാഹുലോ? അതെ അച്ഛാ, നമ്മൾക്ക് വേറെ ശത്രുക്കളൊന്നുമില്ലല്ലോ. അവൻ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന് ഞാൻ അവനോട് ചോദിച്ചോളാം. അച്ഛൻ ധൈര്യമായിട്ടിരിക്കേ. മക്കളെ, എനിക്ക് മരിച്ചാലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ രൂപയ്ക്കും നിങ്ങൾക്കൊന്നും ഒരാപത്ത് സംഭവിക്കരുതെന്ന് എൻ്റെ പ്രാർത്ഥന. അത് കേട്ടതും, അച്ഛാ, ഞങ്ങൾക്ക് മാത്രമല്ല അച്ഛനും ഒരാപത്ത് സംഭവിക്കില്ല. അച്ഛൻ നോക്കിക്കോ. ഇനി എന്തായാലും അവനെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. അവനെ ഒരടി മുന്നോട്ട് വെച്ചാൽ നമ്മൾ 10 അടി മുന്നോട്ട് വെക്കണം അച്ഛാ. അവൻ എന്തായാലും നമ്മൾ തിരിച്ചടി കൊടുത്തേ പറ്റൂ. അങ്കളാണ്, അവനാണ്, ഇവനാണ്, മറ്റവനാണെന്നൊന്നും പറഞ്ഞ് ഇനി അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അച്ഛാ. എന്തായാലും വാ, നമുക്ക് അവനെ നല്ലൊരു പാഠം പഠിപ്പിക്കണം. ചോദിക്കും ഞാനിത് അവനോട്. വേണ്ട മോനെ, വിട്ടു കളഞ്ഞേക്ക്. ഇനി എനിക്ക് ആരോടും വാശിയും വൈരാഗ്യം ഒന്നുമില്ല. ഞങ്ങളുടെ അച്ഛനെ കൊന്നിട്ട് അവൻ അത്ര പെട്ടെന്ന് സന്തോഷത്തോടെ അമേരിക്കയ്ക്ക് പോകുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പറ്റുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ തിരിച്ചു കിട്ടിയത്. അങ്ങനെയുള്ളപ്പോൾ ഞങ്ങളുടെ അച്ഛനെ നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിക്കും? അതെ വലിയച്ഛൻ പേടിക്കൊന്നും വേണ്ട.
ഇതിന് ഞാൻ ആ ബേഗാസുരനിട്ട് കൊടുക്കും. എട്ടുകാലിയുടെ അച്ഛനും അമ്മയ്ക്കിട്ടൊക്കെ കൊടുക്കും. പടക്കം പൊട്ടിച്ച് ഞാൻ അവരുടെ വീടിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് പൊട്ടിക്കും. അങ്ങനെ എല്ലാ ശിക്ഷയും ഞാൻ കൊടുക്കും. വേണ്ട മോളെ, വിട്ടേക്ക്. നീ കുഞ്ഞാ. നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അവർ പ്രാഗിക്കഴിഞ്ഞാൽ മോൾക്കതേക്കും. ഇനി എനിക്കതൊന്നും നോക്കാനില്ല വലിയച്ഛാ. നിങ്ങൾക്കൊക്കെ വേണ്ടിയാ ഞാനും സന്തോഷത്തോടെ ജീവിക്കുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്നും ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ എന്നൊക്കെ പറഞ്ഞ് പാറുമോളും ഭയങ്കര ഇതായിട്ട് സെൻറ്റിയായിട്ട് നിൽക്കുക. പാറു ഭയങ്കര കരച്ചില്ല. വലിയച്ഛന് ഒരാപത്ത് സംഭവിക്കരുത്, വലിയച്ഛനും വലിയമ്മയും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണിയാണ്. കല്യാണി ഓടിയെത്തി. കിരണേട്ടാ, അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല കല്യാണി, നീ എവിടെയായിരുന്നു? ഞാൻ കിരണേട്ടൻ്റെ പിന്നാലെ ഓടിയതാ. അവനെവിടം വരെ ഓടിയെന്ന് അറിയാൻ വേണ്ടി പോയായിരുന്നു. പക്ഷെ കണ്ടില്ല കിരണേട്ടാ. പരമാവധി ശക്തിയെടുത്ത് ഓടി നോക്കി. എന്തായാലും അവനെ കയ്യിൽ കിട്ടും. അന്നേരം നമുക്ക് പിടിക്കാൻ കിരണേട്ടാ. അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ? സൂക്ഷിക്കണം. അച്ഛന് ചുറ്റും ശത്രുക്കളുണ്ട്. ആ ഗുണ്ട ചിലപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് പേടിച്ച് കണ്ടൊക്കെ നിന്നേ പറ്റൂ അച്ഛാ. എനിക്ക് പേടിയൊന്നുമില്ല മോളെ. ഞാൻ മരിച്ചാലും നിങ്ങളൊക്കെ ഉണ്ടല്ലോ. എൻ്റെ രൂപയെ സന്തോഷത്തോടെ നോക്കിയാൽ മതി. എൻ്റെ രൂപയെ പൊന്നു പോലെ നോക്കിയാൽ മതി. എന്താ അച്ഛാ ഈ പറയുന്നേ? അച്ഛനും അമ്മയും ഒന്നിക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളപ്പോൾ അച്ഛൻ മരിച്ചു പോയാൽ അമ്മയ്ക്കത് സഹിക്കാൻ പറ്റുമോ? ഇല്ല മോളെ. അയാൾ എന്നെ വെറുത്തിരിക്കുക. അയാളുടെ മനസ്സിൽ ഇന്നും ഞാൻ അയാളോട് ചതി ചെയ്ത ഒരുത്തനാ. അങ്ങനെയുള്ളപ്പോൾ ഞാൻ മരിച്ചാലും അയാൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് കേട്ടതും കല്യാണി മനസ്സിൽ ഈശ്വര, അച്ഛനൊരാപത്ത് സംഭവിക്കാതിരിക്കാൻ ഫോൺ വിളിച്ച് പറഞ്ഞത് അമ്മയാ. ആ ഒരു കാര്യം എങ്ങനെയെങ്കിലും അച്ഛനോട് പറയാൻ പറ്റാത്തൊരവസ്ഥയായി പോയല്ലോ. ഈശ്വരന്മാരെ, എങ്ങനെയെങ്കിലും അച്ഛനെ അമ്മയെ ഒന്നിപ്പിക്കണേ. അവരുടെ ഈ സങ്കടം മാറ്റിക്കൊടുക്കണേ ഭഗവാനെ. രാഹുൽ എന്ന് പറയുന്ന ആ ദുഷ്ടന് നല്ല ശിക്ഷ കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം അച്ഛാ, നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇനി ഒരു മനസ്സമാധാനവും ഇല്ല. വീടിൻ്റെ ഉള്ളിലിരുന്നാലും മനുഷ്യന് പേടിയാവും മോളെ. അപ്പോൾ ബൈജു, എൻ്റെ അളിയാ, ആ പണ്ടാരക്കാലിനെ ഇനി വെറുതെ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അവന് കൊടുക്കാനുള്ള ശിക്ഷ മുഴുവനും കൊടുത്തേ പറ്റൂ അളിയാ. അതേടാ ബൈജു, ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ആ രാഹുൽ ഇനി ഉറങ്ങില്ല. സമാധാനത്തോടുകൂടെ അവൻ്റെ മോളുണ്ടല്ലോ, ആ മോക്ക് വേണ്ടിയാ അവനെല്ലാം ചെയ്തു കൂട്ടുന്നത്. പാവം താരയാൻ്റിയുടെ മകളെയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക അവൻ. എന്തായാലും താരയാൻ്റിയോട് അവൻ ചെയ്ത ക്രൂരതയ്ക്ക് ഒരിക്കലും അവന് മാപ്പ് കൊടുക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ആ സരയുനും അവനുമൊക്കെ ഇനി തിരിച്ചടികൾ കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. നമ്മളിൽ നിന്നും, മനോഹറിൽ നിന്നും. മനോഹർ എന്ന് പറയുന്നവൻ വലിയൊരു ബിസിനസ്സുകാരനാണ്, പണക്കാരനാണ്, കോടീശ്വരനാണ് എന്നൊക്കെ പറഞ്ഞ് സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന അവൻ്റെ മോളുണ്ടല്ലോ, അവളെല്ലാം നഷ്ടപ്പെട്ട് ചങ്ക് നീറി നെഞ്ചു പൊട്ടിക്കരയുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതും അവൻ്റെ മുൻപിൽ വെച്ച് തന്നെ. അങ്ങനെ അവൾ കരയുമ്പോൾ നമുക്കിരുന്ന് ചിരിക്കാം സന്തോഷത്തോടെ. പക്ഷെ ആ ഒരു ശിക്ഷ മാത്രം അവർക്ക് കിട്ടിയാൽ പോരല്ലോ കിരണേട്ട. ഇന്ന് അച്ഛനെ കൊല്ലാൻ ആളെ വിട്ട് ആ ദുഷ്ടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ കിരണേട്ട. ഇല്ലെങ്കിൽ എനിക്കും സമാധാനം ഉണ്ടാവില്ല. അമ്മയും അച്ഛനും ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നത് അറിഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. അമ്മ അച്ഛനോട് അടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാന്ന് തോന്നുന്നു ആ ദുഷ്ടൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തായാലും എനിക്ക് അവനായിട്ട് നല്ല ശിക്ഷ കൊടുക്കാൻ തോന്നുന്നുണ്ട്. അവനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഉറപ്പായിട്ട് ഞാൻ മൂക്കിടിച്ച് പരത്തും എന്നൊക്കെ കല്യാണിയും ഭയങ്കര കലിപ്പി പറയുക. വേണ്ട മോളെ, എനിക്ക് വേണ്ടി ആരും കഷ്ടപ്പെടണ്ട. എനിക്ക് ഒരു കുഴപ്പം സംഭവിക്കില്ല. നിങ്ങളൊക്കെ എൻ്റെ ചുറ്റുമുള്ളപ്പോൾ ഞാനെന്തിനാ പേടിക്കുന്നേ? ഇത്രയും നാളും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, ഇപ്പോൾ ഒരു ധൈര്യം കൈവിട്ട് പോയതുപോലെ തോന്നുക. എന്താണെന്നറിയാമോ, നിങ്ങളും നിങ്ങളുടെ അമ്മയും ഒക്കെ എന്നോടൊപ്പം ഉണ്ടാവുമെന്നുള്ളൊരു വാക്ക് എനിക്ക് കല്യാണി മോള് തന്നു. ആ പ്രതീക്ഷയില്ലാതെ ഞാൻ എങ്ങാനും മരിച്ചു പോയാൽ എനിക്കത് വല്ലാത്തൊരു നഷ്ടമായി മാറും മോളെ. എന്താ അച്ഛൻ ഈ പറയുന്നേ? ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട. അച്ഛൻ ഒരാപത്ത് സംഭവിക്കില്ല. അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് കല്യാണി ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം രാഹുലിനെ വിളിക്കുകയാണ് ആ ഗുണ്ട. സാറേ, എനിക്ക് സാറിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. താൻ എവിടെയുള്ളത്? ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്. ശരി, ഞാൻ ഉടനെ അങ്ങോട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ അങ്ങോട്ട് പോവുക. അപ്പോൾ വണ്ടി എടുത്തോണ്ട് രാഹുൽ അവൻ്റെ മുൻപിലെത്തി. എന്തായിടോ, തീർത്തോ? അവൻ ചത്തോ? അവൻ്റെ വീട്ടിൽ നിന്നും കരച്ചിൽ കേൾക്കുന്നുണ്ടോ? അത് കേട്ടതും എൻ്റെ പൊന്ന് സാറേ, എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ കൃത്യമായിട്ട് വേണം തീരുമാനിക്കാൻ. അത് മറ്റാരും അറിയുന്നുണ്ടോ എന്ന് പോലും ഒന്ന് ചിന്തിക്കണം. താൻ എന്താടോ ഈ പറയുന്നേ? ആരറിയാൻ? എങ്ങനെ അറിയാൻ? അത് കേട്ടതും സാറെന്താ ഒന്നും അറിയാത്ത പോലെ എന്നെ ഇട്ട് വട്ടം കളിപ്പിക്കുകയാണോ? ഞാൻ ഇതുവരെ ഏറ്റെടുത്ത ഒരു ദൗത്യം പൂർത്തിയാക്കാതിരുന്നിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ തോറ്റു മടങ്ങാൻ പോകുന്നത്. എന്താടോ, അവനെ തീർത്തില്ലേ? തീർക്കാനോ? എവിടെന്ന്? ഞാൻ കുത്താൻ പോയ സമയം എനിക്ക് തോന്നുന്നു അവരെന്നെ കൃത്യമായിട്ട് അറിഞ്ഞു വെച്ച് നോക്കി നിൽക്കുമായിരുന്നു എന്ന്. എന്തായാലും ഞാൻ അവിടേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആ സാറിൻ്റെ മകൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, കിരൺ,
അവൻ എന്നെ ഒരൊറ്റ തട്ടിത്തെറിപ്പിക്കൽ, ഒരൊറ്റ ചവിട്ട്, അവൻ്റെ ചവിട്ട് കൊണ്ടതും എൻ്റെ എന്താ പറയുക ഇവിടം വരെയും കത്തിപ്പോയി എന്ന് സാറിനറിയോ? ആ, സാറിൻ്റെ അനന്തരവനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവനെ ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളതാ. എന്നാലും അവൻ്റെ ചവിട്ടോടുകൂടി ഞാൻ എന്ത് ചെയ്യണമെന്നായിപ്പോയി. പക്ഷേ അവനെ കുത്താനായിട്ട് പോയപ്പോഴേക്കും അത് നടന്നില്ല സാറേ. അതെന്താണോ നടക്കാതിരുന്നത്? അതെൻ്റെ കുറ്റമൊന്നുമല്ല, നിങ്ങളുടെ കുറ്റം തന്നെയാ. എൻ്റെ കുറ്റോ? ഞാൻ എന്ത് ചെയ്തു? സാറിൻ്റെ വീട്ടിൽ നിന്നും ആരോ അവരെ വിളിച്ചറിയിച്ചിട്ടുണ്ട് ഇതുപോലെ കൊല്ലാൻ പോകുന്ന കാര്യം. എടോ, എൻ്റെ വീട്ടിൽ നിന്ന് ആരും അങ്ങനെ വിളിച്ചറിയിക്കൊന്നുമില്ല. എല്ലാവരും അവൻ ഭരിക്കണമെന്ന് തന്നെ കരുതിയിരിക്കുന്നവരാ. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ആരും വിളിച്ചറിയിക്കാനാ? എൻ്റെ പൊന്ന് സാറേ, അവരിതൊന്നും അറിയാതെ എന്നെ കൃത്യമായിട്ട് കണ്ടുപിടിക്കില്ലല്ലോ. ഇതെന്തോ ഞാൻ കൊല്ലാൻ പോകുന്നത് അവരറിഞ്ഞിട്ട് എന്നെ കാത്തു നിന്നത് തന്നെയാണ്. അതിലെനിക്ക് ഒരു സംശയമില്ല. അതിൻ്റെ പിന്നിൽ സാറ് തന്നെയാ. ഞാനോ? താൻ എന്നെ വെറുതെ വട്ടം കളിപ്പിക്കരുത് കേട്ടോ. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? അവനെ കൊല്ലാൻ ആളെ ഏർപ്പാടാക്കുക, അതിനുശേഷം ആ കൊലയാളി വരുന്നുണ്ടെന്ന് വിളിച്ചു പറയുക. എനിക്കെന്താ വട്ടാണാടോ എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും സാറിന് വട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ സാറിൻ്റെ വീട്ടിൽ ചാരന്മാരുണ്ട്. ആരോ ഒരാൾ അവരെ വിളിച്ചത് അറിയിച്ചിട്ടുമുണ്ട്. ഞാൻ കൊല്ലാൻ വരുന്ന വിവരം അറിഞ്ഞിട്ട് തന്നെയാണ് കിരണും കല്യാണി എന്ന് പറയുന്നവളും എന്നെ കാത്തു നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. കൃത്യമായിട്ട് കത്തിയെടുത്ത് കുത്താൻ പോകുന്നതും അവരെന്നെ തടയുകയായിരുന്നു. എന്തായാലും ആ ദൗത്യം നടന്നില്ല എന്നും പറഞ്ഞ് ഗുണ്ടകിനെ പറയണം. അപ്പോൾ രാഹുൽ ആകെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ ആലോചിക്കുക. ഈശ്വര, അതാരായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണെന്ന് നടക്കാൻ പോകുന്നത്. എല്ലാവരും തീർച്ചയായിട്ടും കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, നമ്മുടെ CS-ന് ഒരാപത്ത് സംഭവിക്കാൻ രൂപ സമ്മതിക്കില്ല. കാരണം ഇത്രയും വർഷം CS-നെ ഒരുപാട് വേദനിപ്പിച്ചു. ഇനി ആ CS-നോടുള്ള പ്രായശ്ചിത്തം ചെയ്യുകയാണ് രൂപ. പക്ഷേ CS-നെ അപകടപ്പെടുത്താൻ ശ്രമിച്ച രാഹുലിന് ഇനി മാപ്പ് കൊടുക്കാനും ആകില്ല. തൻ്റെ കയ്യിൽ നിന്നും ഒരു ചില്ലി കാശോ സ്വത്തോ രാഹുലിനും സരയുനും കിട്ടില്ല എന്നത് തന്നെയാണ് സത്യം. രാഹുലിന് ഇനി പണി പാളും. അതെ, രാഹുലാണ് ആളെ കൊല്ലാൻ വിട്ടതെന്ന് പറഞ്ഞാൽ കിരണും കല്യാണിയും വെറുതെ ഇരിക്കില്ല. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒറിജിനൽ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക. എപ്പിസോഡ് വന്നാൽ ഉടനെ എത്തിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.